തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്നും പ്രത്യേക ചടങ്ങുകൾ നടക്കും. അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം, തസംഗം, ഭജന എന്നിവയും തുടർന്ന് ദർശനവും ഉണ്ടാകും. 5 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ അമൃതപുരിയിലേക്ക് എത്തിയത്. അമൃതോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജയും സമൂഹ രാഹു, ശനിദോഷ നിവാരണ പൂജകളും മറ്റ് വിശേഷാൽ പൂജകളും ഉണ്ടാകും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം അമ്മ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് അമ്മയെ കാണാനായി കൈമനത്തെ മാതാ അമൃതാനന്ദമയി മഠത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും വലിയൊരു ഭക്തജന പ്രവാഹം അവിടെ ഉണ്ടോ? പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്നും വലിയ ഭക്തജന പ്രവാഹമാണ് ഈ അമൃതാനന്ദമയി മഠം കൈമനം ആശ്രമത്തിലുള്ളത്. അമ്മയെ കാണുവാനും ദർശനം നേടുവാനുമെല്ലാം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ നടക്കുന്നത് രാഹുപൂജയാണ്. ഈ ദോഷ നിവാരണാർത്ഥം നടത്തുന്ന രാഹുപൂജയാണ്. ആ രാഹുപൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ മഹാഗണപതി ഹോമവും അതോടനുബന്ധിച്ച് പൂജകളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്ക്, ഇന്നത്തെ 2ാം ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭക്തരെ ഈ ഇരുത്തിക്കൊണ്ട് രാഹുപൂജ നടത്തുന്നത്. അതിൽ രാഹുപൂജ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ ക്ഷേത്രത്തിലെയും അതോടൊപ്പം തന്നെ ഈ സത്സംഗം അടക്കമുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. ഈ രാഹുപൂജയാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലൊരു ജനസഞ്ചയം തന്നെ ഈ കൈമനം ആശ്രമത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ വൈദേശികരായിട്ടുള്ള ആളുകളും അടക്കം ഈ അമ്മയുടെ ദർശനം നേടുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി ഈ കൈമനം ആശ്രമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 11 മണിക്കാണ് അമ്മയുടെ ദർശനം ഉണ്ടാക്കുക. 11 മണിയോടുകൂടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിലേക്ക് അമ്മ എത്തും. തുടർന്ന് സത്സംഗം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രഭാഷണവും അതിനുശേഷം ദർശനവും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഏറെ വൈകിട്ട് ഏകദേശം 11:30 മണി വരെ അമ്മയുടെ ദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അമ്മ വിശ്രമത്തിനായിട്ട് പോയത്. തുടർന്ന് ഇന്ന് വീണ്ടും ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യും. ഏറ്റവും എടുത്തു പറയേണ്ടത്, അനന്തപുരിയുടെ മണ്ണിലേക്ക് അമ്മ എത്തുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ഈ കൊറോണയുടെ ഒരു 3 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ആണ് മറ്റ് യാത്രകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ വീണ്ടും ഈ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ട് അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. ഭക്തരും അത് വലിയ ആഘോഷമായി മാറ്റിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ, തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതലായി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് വൈദേശികരായിട്ടുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ ദർശനം നേടുന്നതിനും അതോടൊപ്പം തന്നെ അനുഗ്രഹം സാധിക്കുന്നതിനും എല്ലാം വലിയ രീതിയിലുള്ളൊരു ജനപ്രവാഹം തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവരുടെ ഭക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് വ്യവസ്ഥകൾ, അതായത് വാഹന സൗകര്യങ്ങൾ അടക്കമുള്ള വ്യവസ്ഥകളും ഇവിടെ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ ഭക്തർക്ക് ദർശനം നേടുവാൻ സാധിക്കും. രാവിലെ തന്നെ ഇത്തരത്തിൽ ഭക്തർ ഇവിടേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും ദർശനം സാധിക്കാതെ പോയ ഭക്തരെല്ലാം ഇവിടേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ സഞ്ചയം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുപൂജയാണ്. ആയിരിക്കും മറ്റ് ചടങ്ങുകളിലേക്കെല്ലാം കടക്കുക. 11 മണിയോടുകൂടി അമ്മ ഈ വേദിയിലേക്ക് എത്തും. തുടർന്ന് അമ്മയുടെ ദർശനവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ദർശനവും മറ്റ് പ്രഭാഷണവും അടക്കമുള്ളവ ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിലുള്ളൊരു സഞ്ചയം അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 11 മണിയോടുകൂടി അമ്മ ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. ദേവിക.